നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നിരീക്ഷകൻ കെ.സി. ഉമേഷ് ബാബുവിന്റെ ഒരു പ്രതികരണം നവീൻ ബാബു കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാവുകയാണ്. നവീൻ ബാബു കേസിൽ CBI 3 പേരെ ചോദ്യം ചെയ്താൽ കണ്ണൂർ CPMന്റെ അസ്ഥിവാരം ഇടിഞ്ഞു വീഴുമെന്നാണ് കെ.സി. ഉമേഷ് ബാബുവിന്റെ പ്രതികരണം. നവീൻ ബാബുവിന്റെ മൃതദേഹം ദഹിപ്പിക്കണമെന്ന് ലക്ഷ്യമിട്ട് ഒരു പാർട്ടി നേതാവ് ആംബുലൻസിനെ അനുഗമിച്ചിരുന്നുവെന്നും കെ.സി. ഉമേഷ് ബാബു പറഞ്ഞു. ഒരു സ്വകാര്യ ചാനലിൽ നടത്തിയ ചർച്ചയ്ക്കിടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ നിർണായകമായ ചില പ്രസ്താവനകൾ നടത്തിയത്. ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ ഇപ്പോൾ CPM രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും CPI ജില്ലാ സെക്രട്ടറി K.K. രാഗേഷ് പറഞ്ഞു. നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും CBI അന്വേഷണം എന്ന ആവശ്യം, കുടുംബത്തിന്റെ ആവശ്യം തള്ളിയതാണ്. കോടതിയുടെ മുകളിലല്ല VD സതീശൻ എന്ന മുഖ്യമന്ത്രി എന്നും K.K. രാഗേഷ് പറഞ്ഞു. കുടുംബം പുനരന്വേഷണം ആവശ്യപ്പെട്ടതിനാൽ കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ വിജിലൻസിന്റെ പരിഗണനയിൽ വന്നില്ല. അക്കാര്യവും അന്വേഷിക്കണമെന്ന് വിജിലൻസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അപ്രകാരം അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചെന്ന് വ്യക്തമാകുന്നു. അതിനിടയിൽ സുപ്രീം കോടതി പോലും നിരാകരിച്ച CBI അന്വേഷണം ഏർപ്പെടുത്തുന്നത് തികച്ചും രാഷ്ട്രീയ നീക്കമാണെന്നും K.K. രാഗേഷ് പറഞ്ഞു. VD സതീശന് സ്വന്തം അന്വേഷണ ഏജൻസിയേക്കാൾ വിശ്വാസം നരേന്ദ്രമോദിയുടെ സേനയായ CBIയിലാണ്. EDയിലും CBIയിലും മാത്രം വിശ്വസിക്കുന്ന VD സതീശൻ എത്രമാത്രം അപകടകരമായ നിലപാട് സ്വീകരിക്കുന്നതെന്ന കാര്യം കേരളീയ സമൂഹം തിരിച്ചറിയണമെന്നും K.K. രാഗേഷ് വ്യക്തമാക്കി. സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും മുഖ്യമന്ത്രി VD സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് K.K. രാഗേഷ് ഉന്നയിച്ചിരിക്കുന്നത്. CBI അന്വേഷണം വരുന്നതിൽ CPMന് യാതൊരുവിധ ആശങ്കയും ഇല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏത് അന്വേഷണം നടന്നാലും അത് നീതിപൂർവകമായിരിക്കണമെന്നും രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി ഏജൻസികളെ മാറ്റാൻ പാടില്ല എന്നും MP രാജൻ പറഞ്ഞു. CBI എന്നത് ഒന്നിന്റെ അവസാന വാക്കല്ല. സംസ്ഥാന സർക്കാർ CPMനെ വേട്ടയാടാൻ വേണ്ടിയാണ് നിരന്തരം ശ്രമിക്കുന്നത്. കേസിൽ കുറ്റാരോപിതർക്കും നിയമപരമായി മുന്നോട്ട് നീങ്ങാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം CPM ഇല്ലെന്ന പ്രചാരണം തെറ്റാണ്. നീതി നടപ്പിലാകണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. എന്തായാലും CBI അന്വേഷണത്തെ നവീൻ ബാബുവിന്റെ ഭാര്യ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കേസ് അന്വേഷണത്തിനായി CBI വിടാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. തീരുമാനം വളരെയധികം ആശ്വാസകരമാണെന്നും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിൽ കണ്ട് സംസാരിച്ചിരുന്നുവെന്നും അവരുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള മറുപടി കിട്ടിയെങ്കിലും ഇത്ര വേഗം CBI അന്വേഷണത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നും മഞ്ജുഷ പ്രതികരിച്ചു. കേസ് അന്വേഷണം CBIക്ക് വിടുന്നതിൽ പ്രതീക്ഷയുണ്ട്. CBI അന്വേഷണം നല്ല രീതിയിൽ പോകുമെന്ന് മനസ്സിലാക്കുന്നുവെന്നും മഞ്ജുഷ പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിനൊക്കെ ഉത്തരവുണ്ടായതാണ്. കുടുംബം ആവശ്യപ്പെട്ട 4 കാര്യങ്ങളിൽ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടിരുന്നു. പോലീസ് അന്വേഷണത്തിൽ 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഒരിക്കൽ കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ ആരോപണ വിധേയയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ ഫോൺ പരിശോധിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഒരിക്കൽ ഉത്തരവിൽ വ്യക്തമാക്കിയതാണ്. ഔദ്യോഗിക ഫോണിലെ വിവരങ്ങൾ കൂടി ശേഖരിക്കുക എന്ന കോടതി ഉത്തരവൊക്കെ ഒരു ഘട്ടത്തിൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായിരുന്നു. സ്വകാര്യ ഫോണിലെ വിവരങ്ങൾ മാത്രമാണ് പോലീസ് ശേഖരിച്ചത്. നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ സ്വർണം പണയം വെച്ചാണ് 1 ലക്ഷം രൂപ നൽകിയതെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ രേഖകൾ ഹാജരാക്കണം. പള്ളിക്കുന്നിൽ പ്രശാന്തനും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നതിന്റെ CCTV ദൃശ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം. കൈക്കൂലി കേസിൽ വിജിലൻസിൽ പരാതി നൽകിയെന്ന് പറയുന്നുണ്ട്. വിജിലൻസ് ഉദ്യോഗസ്ഥർ കേസിൽ ഇടപെട്ടത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് കുടുംബം സമീപിച്ചത്. തുടർന്ന് കേസ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. 3 തവണ വാദം കേട്ട ശേഷമാണ് വിധി വന്നത്. അന്വേഷണം മെയ് 30-നുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ CBI അന്വേഷണം എന്ന നിർണായക കടമ്പയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. 2024 ഒക്ടോബർ 15-ന് പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ നഗരത്തിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെട്രോൾ പമ്പിന്റെ അപേക്ഷയിൽ നടപടിയെടുക്കാൻ വൈകിയതിന്റെ പേരിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരസ്യമായി അവഹേളിച്ചതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ എന്നാണ് ആരോപണം ഉയർന്നത്. പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയ നവീൻ ബാബുവിന് സഹപ്രവർത്തകർ കളക്ടറേറ്റിൽ നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയാണ് PP ദിവ്യ ആക്ഷേപ പ്രസംഗം നടത്തിയത്.
എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് വളരെ ആരോപണ വിധേയയായി പി ദിവ്യ അറസ്റ്റ് ചെയ്യപ്പെട്ടു, പിന്നീട് ജാമ്യത്തിലിറങ്ങി. മാത്രമല്ല കണ്ണൂർ കളക്ടർ അടക്കമുള്ളവരും നിയമക്കുരുക്കിൽപ്പെട്ടതാണ്. പിന്നാലെയാണ് ഈ ഒരു സംഭവം. ഇതിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയെ സമീപിക്കുകയുണ്ടായി. പക്ഷേ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ ഈ ആവശ്യം തള്ളപ്പെടുകയുണ്ടായി. മാത്രമല്ല CPM സ്വീകരിച്ച അന്നത്തെ സർക്കാർ സ്വീകരിച്ച നിലപാട് അന്വേഷണം നേരായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്, അതിനിടയിൽ ഒരു CBI അന്വേഷണം ആവശ്യമില്ല എന്നതടക്കമുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്, അന്നത്തെ സർക്കാർ, LDF സർക്കാർ. എന്തായാലും ഇപ്പോൾ VD സതീശൻ UDF സർക്കാർ അവർ ഈ ഒരു കേസിൽ CBI അന്വേഷണം വേണമെന്നൊരു നിലപാടിലേക്ക് നീക്കങ്ങൾ നടത്തുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ ഉണ്ടാകും. ഇതിനു പുറമെ നവീന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനവും നൽകും. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി VD സതീശനെ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, മക്കളായ നിരഞ്ജന, നിരുപമ എന്നിവർ സന്ദർശിച്ചിരുന്നു. ശേഷമാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. പിന്നാലെയാണ് തുടർ നടപടികളിലേക്ക് VD സതീശൻ കടന്നത്. അന്വേഷണം CBIക്ക് വിടണമെന്ന് ദീർഘനാളായി കുടുംബം ആവശ്യപ്പെടുന്നതാണെങ്കിലും മുൻ സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല. CPM നേതൃത്വം അടക്കം ഒന്നടങ്കം വെട്ടിലായ ഒരു കേസാണ്. ഈ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും CBI ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. പക്ഷേ LDF സർക്കാർ അത് എതിർക്കുകയുണ്ടായി. മാത്രമല്ല മൂത്ത മകൾക്ക് ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു സ്ഥാനവും നൽകിയില്ല. ഇതിനു പിന്നാലെയാണ് കുടുംബാംഗങ്ങൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ചതും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചതും. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രതി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ കോൾ ഡീറ്റെയിൽസ് പൂർണ്ണമായി റിപ്പോർട്ടിനൊപ്പം കോടതിയിൽ സമർപ്പിച്ചില്ല. ദിവ്യ ഉപയോഗിച്ച 2 ഫോണുകളുടെയും 2024 ജനുവരി 16 മുതൽ നവംബർ 15 വരെയുള്ള കോൾ ഡീറ്റെയിൽസ് ഹാജരാക്കാനായിരുന്നു കോടതി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഒരു ഫോണിൽ 2024 മാർച്ച് 1 മുതലുള്ള കോൾ ഡീറ്റെയിൽസും മറ്റൊരു ഫോണിൽ ഏപ്രിൽ 1 മുതലുള്ള കോൾ ഡീറ്റെയിൽസുമാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോൾ ഡീറ്റെയിൽസ് പൂർണ്ണമായി ലഭ്യമാക്കുന്നതിനെ കുറിച്ച് കോടതി ആരാഞ്ഞിരുന്നു. പ്രോസിക്യൂഷൻ സമയം ചോദിച്ചതിനെ തുടർന്ന് കേസ് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തന്റെ ബാങ്ക് വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണം പണയം വെച്ച് സ്വർണം വായ്പ എടുത്തതിന്റെ രേഖകൾ റിപ്പോർട്ടിനൊപ്പം ഉണ്ടായിരുന്നു. ADMന്റെ ക്വാർട്ടേഴ്സ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പൂർണ്ണരൂപവും ഹാജരാക്കിയിരുന്നു. ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായ ഒരു ഘട്ടത്തിൽ കേസിലെ ഏക പ്രതിയായ PP ദിവ്യ ഉപയോഗിച്ചിരുന്ന ഒഫീഷ്യൽ നമ്പറിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ദീർഘനാളത്തെ കോൾ രേഖകൾ നൽകുന്നതിലെ സാങ്കേതിക പ്രശ്നം BSNL അറിയിച്ചിരുന്നു. മുഴുവൻ CDR രേഖകൾ കിട്ടുമോ എന്ന് കോടതി ആരാഞ്ഞിരുന്നു. ADM നവീൻ ബാബുവിനെതിരെ ഉയർന്ന പരാതിയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. നിർണായകമായ കേസാണ്. CBI അന്വേഷണം ഇപ്പോഴത്തെ സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു. എന്തായാലും നിർണായകമായ കേസിൽ CBI അന്വേഷണം എത്തുമ്പോൾ, കുടുംബത്തിന്റെ ആവശ്യപ്രകാരം CBI അന്വേഷണം എത്തുമ്പോൾ എങ്ങനെയാണ് ഈ സംഭവത്തിന്റെ മുന്നോട്ടുള്ള പോക്കെന്നത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.